ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സദ്യ വിളമ്പുമ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നതാണല്ലോ പരിപ്പ് നെയ്യും. അപ്പോൾ അതിനുള്ള പരിപ്പിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. സാധാരണ ഞാൻ ഓണത്തിന് കുറേ കറികളുള്ളതുകൊണ്ട് ലിറ്റിൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇപ്പോൾ 1/2 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യം പരിപ്പ് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നമുക്ക് വെറുതെ ഡ്രൈ ഫ്രൈ ചെയ്താൽ മതി, അതിനകത്ത് എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട. പക്ഷെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കഴുകി വേണം വേവിക്കാൻ വെക്കാനായിട്ട്. ഞാൻ കഴുകിക്കൊണ്ടുവരാം. അപ്പം നമ്മൾ 1/2 കപ്പ് പരിപ്പിന് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നെയ്യും കൂടി. നമുക്കിത് പരിപ്പ് അങ്ങനെ തിളച്ചൊന്നും ചാടണ്ടല്ലോ. അപ്പം നമുക്ക് വേണ്ടി അതിനും കൂടി ഇച്ചിരി നെയ്യും കൂടി ഇട്ട് നമുക്ക് പരിപ്പിനെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കുക്കർ ഇപ്പം ഒന്ന് അടിച്ചിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം നമ്മുടെ പരിപ്പ് നല്ലപോലെ ഇപ്പം വെന്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ തവിയുടെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് കുഴച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. കാരണം ഇത് ഒരുമാതിരി കട്ടിപ്പരിപ്പാണല്ലോ എടുക്കേണ്ടത്. നമുക്കിത് വേണ്ട അരപ്പുണ്ടാക്കാം. ഈ കുക്കറിൽ നിന്ന് ഈ ചട്ടിയിലോട്ട് ഇട്ടുവാണ്. നമുക്കൊരു ശകലം കഴുകി വെള്ളവും കൂടി എടുക്കാം അതിനകത്തൊന്ന്. ഞാൻ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെയാണ്. അപ്പം നമുക്കിനി അരപ്പെടുക്കാം. ഞാനിപ്പോൾ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 ചെറിയുള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മുടെ പരിപ്പിലോട്ട് ഇനി നല്ല പോലെ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ശകലം വെള്ളവും കൂടി ഒഴിക്കുവാണ്. കുറച്ച് നമുക്ക് ഓൾറെഡി ഇച്ചിരി കുറുകിയ ഭാഗത്ത് വേണമെങ്കിൽ കറി കിട്ടാൻ. അപ്പം നമ്മൾ ഇനി ഈ പരിപ്പ് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് നിർത്താം. കാരണം ഈ പരിപ്പ് ആകുമ്പോൾ എപ്പോൾ വന്നാലും അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ കുറുകും. ഇത്തിരി അല്ലെങ്കിൽ ഒത്തിരി കട്ട പോലെ ആയി പോകും. അത് നമുക്ക് വേണ്ട. പിന്നത്തെ ഒരു കാര്യം, പരിപ്പ് വറക്കുമ്പോൾ കുറച്ച് വറക്കുക. ഒത്തിരി വറന്ന് പോയാലും അത്ര നല്ലതായിട്ട് വരില്ല. പച്ചമുളക് ഞാൻ ഒരെണ്ണവേ ഇതിനകത്ത് എടുത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവ് അതിനെക്കുള്ളിൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ചും കൂടി മുളക് വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് ഇപ്പോൾ തിളച്ചു തൈരൊക്കെ. അപ്പം ഞാൻ ഇതിനെ അടുപ്പത്തൊന്ന് മാറ്റി വെക്കുവാണ്. കാരണം ചട്ടിയിൽ ഇരുന്നും കൂടി ഒന്ന് പറ്റുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കടുക് പൊട്ടിക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിയിട്ട് നമുക്ക് ചെറിയുള്ളി, ഞാൻ 2 ചെറിയുള്ളിയാണ് കട്ട് ചെയ്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ ഞാനിപ്പോൾ ഒരു 3-4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓണത്തിന് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു ഓണ വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.